ഹലോ, സുനി ചേച്ചി ഇവിടെ ഇല്ലേ? ദൈവമേ, ഒന്നെന്നോട് പറയായിരുന്നില്ലേ പോവാൻ നേരത്തെ? ഇന്ന് പൈസ വെക്കേണ്ട ദിവസമാണ്. ഇല്ലാന്ന് പറഞ്ഞ എന്താണ് സുനി ചേച്ചി? അവരിപ്പോ വരും. ബാക്കി എല്ലാവരുടെയും കിട്ടി. എന്റെ പൊന്നു സുനി ചേച്ചി, അങ്ങനെ പറയല്ലേ. എന്റെ കയ്യിൽ എവിടെ നിന്നിട്ടാ? അവളുടെ കയ്യിലും ഇല്ല. അവളുടെ കയ്യിലൊന്നും ഉണ്ടാവൂല. അവൾക്ക് ഫീസൊന്നും കിട്ടിയിട്ടുണ്ടാവൂലല്ലോ. ചേച്ചി എപ്പോ വരും അത് പറഞ്ഞേ? ഇന്ന് വരൂലേ ചേച്ചി? അപ്പൊ പൈസ ഒപ്പിച്ചിട്ട് വരണേ. അവിടെ ആരോടെങ്കിലും ചോദിച്ചു നോക്ക്. ചേച്ചി വേഗം വായോ, അല്ലെങ്കിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അക്കൗണ്ടിലോട്ട് ഇട്ടാലും മതി. ശരി എന്നാ, ഞാൻ ദേ വീട്ടിൽ വന്നിട്ട് ചേച്ചിനെ കാണാത്തോണ്ട് വിളിച്ചതാ. ഇതെന്താ മുഖം ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ഇരിക്കുന്ന? ഇഞ്ചി അല്ല, ഇപ്പൊ പാമ്പ് കടിക്കും. എന്ത് പറ്റി? എന്ത് പറ്റാനാ? മൈക്രോ ഫിനാൻസിന്റെ പൈസ കിട്ടിയില്ല. സുലിച്ചേച്ചി തന്നില്ലല്ലേ? സുലിച്ചേച്ചി അവിടെ ഇല്ലടി. ചേച്ചി അടുത്ത് ഞാൻ 2-3 ദിവസമായിട്ട് പറയുന്നുണ്ട്, സുലിച്ചേച്ചി അടുത്തുനിന്ന് പൈസ വാങ്ങിച്ചു വെച്ചോ, പൈസ വാങ്ങിച്ചു വെച്ചോന്ന്. എല്ലാ പ്രാവശ്യം അവരാണ് പൈസ വെക്കാൻ വൈകുന്നത്. എന്നിട്ട് ചേച്ചി ഇങ്ങനെ കിടന്ന് വിഷമിക്കും. അവരുടെ പൈസ ഇല്ല, പിന്നെ എന്ത് ചെയ്യും? നമ്മുടെ ഉണ്ടോ വെക്കാനായിട്ട്? ചേച്ചിയുണ്ടോ? എന്റെ ഇല്ല. പിന്നെന്ത് ചെയ്യും? ഈ പൈസ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എവിടെയെങ്കിലും ഒപ്പിച്ചു തരണമെന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ കിടന്ന് ഉരുകേണ്ട ആവശ്യമുണ്ടോ? അവരിപ്പോ എത്താറായിട്ടുണ്ട്. ആ പെണ്ണ് ഇപ്പൊ പ്രാവശ്യം ഏതൊരു പെണ്ണാ വരുന്നത്. എപ്പോഴും വരുന്ന ചെറുക്കനല്ലേ? അല്ല, അത് വിളിച്ചോണ്ടിരിക്കുന്നു. നീ ഇങ്ങനെ ക്യാബേജ് അവിടെ വെച്ചിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ആ കൊച്ചു വരുമ്പോഴത്തേക്ക് പറ, ഒരാള് പൈസ തന്നിട്ടില്ല, ബാക്കി എല്ലാവരുടെയും പൈസ ഓക്കെയാണ്, ആ ചേച്ചി നാളെ തരാന്നാ പറഞ്ഞേക്കുന്നത്, നാളെ വരാൻ പറ. അങ്ങനെ പറഞ്ഞ അവര് പോവോ? നീ എന്ത് ഞാൻ പോവൂ? അത് അറിയാലോ ചേച്ചിക്ക് അവര് പോകത്തില്ല. നിന്റെ കയ്യിൽ ഒന്നുമില്ലേ? എന്റെ പൊന്നിയേച്ചി, അവരെത്ര സുലിച്ചേച്ചി എത്ര രൂപ വെക്കാനുള്ളത്? 4800. ഈ 4800 രൂപ എടുക്കാൻ എന്റെ കയ്യിലുണ്ടാ? പിന്നെ ഞാൻ എന്ത് ചെയ്യും? അവരവിടെ ഇല്ല. ഞാൻ വിളിച്ചപ്പോ പറഞ്ഞ് ഞാൻ ഇവിടെ ഇല്ല, ഞാൻ വരുമ്പോ വൈകും, തങ്കം എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞ അവര് പറയുന്നു. ഞാൻ തങ്കം എന്തെങ്കിലും ചെയ്ത് തങ്കത്തിന്റെ എന്താ കൊട്ടപ്പടി പൈസ ഇരിക്കുന്ന? പൈസ എടുക്കുമ്പോ ഓർക്കണായിരുന്നു, തിരിച്ചു വെക്കാൻ പറ്റാത്തവര് എടുക്കരുത്. അതാ ചെയ്യേണ്ടത്. വന്നില്ലെങ്കിൽ അവരവിടെ ഇരിക്കട്ടെ. ഞാൻ എന്ത് ചെയ്യാനാ? അവിടെ ഇരിക്കട്ടെ. എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. നേരെ സുലിച്ചേച്ചിയുടെ വീടിന്റെ വാതിക്കലോട്ട് വിട്ടേക്കാം, അവിടെ പോയി ഇരിക്കട്ടെ. നിന്റെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടോ? ഇല്ല ചേച്ചി, തപ്പി പറിക്കാൻ വല്ല 800 രൂപ കാണുമായിരിക്കും, അല്ലാതെ വേറെ പൈസ ഇല്ല എന്റെ കയ്യില്. ഈ 4800 രൂപ ഒന്നിച്ചെടുക്കാൻ എന്റെ കയ്യിൽ ഉണ്ടാവും. ഹലോ ഹലോ, ഞാനാ? ഞാനല്ലല്ലോ, ചേച്ചിയല്ലേ പറയേണ്ടത്. പിന്നെ എന്നെ കൊണ്ട് പറ്റത്തില്ല. പറഞ്ഞാൽ മതി, ഇങ്ങനെ പറഞ്ഞാൽ മതി. കൊച്ചിന് പനിയായിട്ട് കൊച്ചിനും കൂടെ ആശുപത്രി പോയി. പിന്നെ ഒന്ന് പൊയ്ക്കോ ഇവിടുന്ന്. ചേച്ചി എന്ന് പറ. നിന്നെ കണ്ടാ പെണ്ണിന് പേടിയാവും. നീ നല്ല വർത്താനം പറയൂല. ചേച്ചി എന്നിട്ട് പറ, പിന്നെ സൂര്യ പൈസ തന്നിട്ടില്ല, നാളെ വരാൻ പറ. ചെല്ലുപോ പറ. ചേച്ചി ആകുമ്പോ ചേച്ചി ഈ മുഖം വെച്ചോണ്ട് പറഞ്ഞാൽ മതി. ചെല്ല് പോ, ഓടിപ്പോ. എന്തെങ്കിലും പറഞ്ഞു വിടണേ. ഹലോ, തങ്കത്തിന്റെ വീടാണോ? തങ്കത്തിന്റെ വീടാ. തങ്കം എവിടെ? ഇല്ല, തങ്കം ഇവിടെ ഇല്ല. അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകേണ്ടി വന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ വരുന്നുണ്ടെന്ന്. അതാണ്, അത് പെട്ടെന്നൊരു കോള് വന്നപ്പോ അത് ഇതാക്കാൻ പറ്റിയില്ല, ഒഴിവാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് വേഗം പോയി. അപ്പൊ എപ്പ വരും? വൈകും. ഒരു എന്താണെങ്കിലും ഒരു വൈകും. നിങ്ങൾ ആരാ? ലില്ലി, തങ്കം ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ സിസ്റ്റർ. ശരി, വൈകിയാലും കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. അല്ല പൈസ എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞില്ലേ, കളക്ഷന്റെ പൈസ എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഒരാളുടെ കുറവുള്ളൂ. അത് 2 ദിവസം കഴിയുമ്പോ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എടുത്തോണ്ട് വരാം. അത് ശരിയാവില്ല. അതെങ്ങനെ ശരിയാവുന്നേ? എനിക്ക് എല്ലാരും പൈസ കളക്ട് ചെയ്യണം. അല്ല,
അത് ഒരാളുടെ ഇല്ലാത്തുള്ളൂ. 4800 രൂപ കുറവുള്ളൂ. ബാക്കി എല്ലാവരുടെയും 6 പേരുടെയും തന്നിട്ടുണ്ട്. ഓൾറെഡി ഡേറ്റ് ഡ്യൂ ആണ്. ഇനി അത് പറ്റൂല. എനിക്ക് ഇന്ന് തന്നെ കളക്ഷൻ കിട്ടണം. കളക്ഷൻ കിട്ടുന്ന സമയത്ത് തങ്കം ചേച്ചി വരുമ്പോ ഒരുപാട് സമയമാകും. അപ്പൊ മോള് പൊക്കോ, അല്ലെങ്കിൽ ഇനിയിപ്പൊ വീട്ടിലൊക്കെ എത്താൻ വൈകിയാലോ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ വരുമ്പോ മറ്റേ ഫോണിൽ കൂടി ഇടിപ്പിക്കാം, ചേച്ചിനോട് പറയാം. ഇല്ല ചേച്ചി പറ്റൂല. എനിക്ക് ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാം. സമയമുണ്ട്. എന്റെ ജോലി സന്ധ്യയാവും. അത് സാരില്ല. ഒറ്റയ്ക്കൊക്കെ പോണ്ടല്ലേ ഈ വണ്ടി ഓടിച്ച്? അതെന്റെ ജോലിയുടെ ഭാഗമല്ലേ. ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഞാൻ അകത്തിരിക്കാം. അല്ല, ചേച്ചി കുറച്ച് വെള്ളം തരുമോ? ഒരാളെ പറഞ്ഞു വിട്ടാനാണോ ചേച്ചി ഇത്ര വെപ്രാളെ പെടുന്നത്? മതിയാ? വെള്ളത്താ. ഇത് ഇത്ര ദാഹം? എനിക്കല്ല. ആർക്കാ വെള്ളം? പോയില്ലേ അത്? എന്താ പോവാത്തത്? എന്തെങ്കിലും പറഞ്ഞു ചേച്ചി. പോവണ്ടേ? ഞാൻ എന്റെ പരമാവധി പറഞ്ഞു. ചേച്ചി പറ, ഒരാള് പൈസ തന്നിട്ടില്ല, നാളെ വരാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ തന്നപ്പോഴേ പറഞ്ഞതല്ലേ ഒരാള് പൈസ തന്നില്ലെങ്കിൽ മേടിച്ചിട്ട് ഞങ്ങൾ പോള് എല്ലാരും കൂടി അഡ്ജസ്റ്റ് ചെയ്തത് തരണമെന്ന്. എന്തൊരു പാടാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ ആരുടെ ഇരിക്കുന്നു? ചേച്ചിയുണ്ടാ? മറ്റുള്ളവരൊക്കെ വിളിക്ക്. ഇടി 4800 രൂപ എല്ലാവരും നുള്ളിപ്പറക്കായിരിക്കും എടുക്കുന്നത്. ഞാൻ 800 രൂപ തരാം. നിനക്ക് അതെങ്കിലും ഉണ്ട്, എന്റെ അതും ഇല്ല. ബാക്കിയുള്ളവരെ ചേച്ചി ഒന്ന് വിളിച്ചു നോക്കാം. അല്ലാതെ ഈ വീടിന്റെ വാതിക്ക് എങ്ങനെ ഇരിക്കണം നാണക്കേടല്ലേ ചേച്ചി? എന്ത് ചെയ്യും? അപ്പൊ വെള്ളം ചോദിച്ചാൽ വെള്ളം കൊണ്ട് കൊടുക്കട്ടെ. എന്നാ ഞാൻ കൊണ്ട് കൊടുക്കാം. നീ പോണ്ട. ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു വിടാന്ന്. അങ്ങനെ പോകാൻ പറ്റില്ല. ഞാൻ പറയാം, മോളെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, വൈകിട്ട് വരെ ഇരുന്നാലും കിട്ടത്തില്ല, നാളെ പോയിട്ട് വാ, ആ ചേച്ചി ഇവിടെ ഇല്ലാന്ന് ഞാൻ പറയാം. ഞങ്ങൾ എല്ലാരും പൈസ വെച്ചവരാണ്, പൈസ വെച്ച ആളുടെ വീട്ടിലാണ് മോള് ഇരിക്കണേന്ന് ഞാൻ പറയാം. ഒരു മിനിറ്റ് നിക്ക്. ഒന്നാമത്തെ കാര്യം അവരങ്ങനെ പറഞ്ഞാ പോവില്ല. രണ്ടാമത്തെ കാര്യം, നീ ഇവിടെ ഇല്ല. എന്റെ പൊന്നേച്ചി, ഞാനല്ലേ ഇവിടെ നിക്കുന്നത്. ചേച്ചി ഇങ്ങനെ പറഞ്ഞ ആ പെണ്ണ് പോവൂല. നീയാണ് ഞാൻ. നീയാണ് ഞാനെന്നാ? ഞാൻ നീ എന്തു ചേച്ചി പറയണത്? ചേച്ചിക്ക് എന്നെ വട്ട ഞാൻ തരില്ല. ഞാൻ കൊന്നാലും നിന്നെ അങ്ങോട്ട് പോവാൻ സമ്മതിക്കും. എന്തു എനിക്ക് മനസ്സിലാവണില്ല. അതെനിക്കൊരു കയ്യബദ്ധം പറ്റി. എന്ത്? എന്നോട് അവര് ചോദിച്ചു തങ്കത്തിന്റെ വീട് ഏതാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതാണെന്ന് പറഞ്ഞു. അപ്പം ചേച്ചിയുടെ പേര് തങ്കം ഇവിടെ ഇല്ലെന്ന് ചോദിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞു. ചേച്ചിയുടെ പേരെന്താന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ദൈവമേ, അറിയാതെ പറഞ്ഞു പോയതാ. അപ്പൊ ഞാനായിട്ടാണ് ഈ നിക്കുന്നത്? ഞാനല്ല ഇപ്പൊ. കഷ്ടമാണ് ചേച്ചി, എന്റെ മുഖം കളഞ്ഞില്ലേ ചേച്ചി? ഇല്ല, അങ്ങനെ പറയല്ലേ. ആ മുഖം ഞാൻ ഇച്ചിരി നേരത്തെ ആ മുഖം ഞാൻ നോക്കി. ഈ മുഖം ഞാൻ അങ്ങനെ തന്നെ തിരിച്ചു തന്നോളാം. ഒരു കേടുപാടും വരുത്തൂല. കഷ്ടമാണ് കേട്ടോ ചേച്ചി. ചേച്ചി ഒന്ന് ചിന്തിക്കണം. എല്ലാരും അറിയുന്ന ഒരു ഡാൻസറാണ്, ടീച്ചറാണ് ഞാൻ. അല്ല, ഇപ്പോഴും ഞാൻ ലില്ലിയാണെന്നല്ലേ ഉള്ളൂ. ഞാൻ ലില്ലിയാണ്. എന്നാലും എന്തിനാണ് എന്റെ ലില്ലിയല്ലേ? എനിക്ക് വേറെ വഴിയില്ല. അവര് അപ്പൊ കുറച്ചേരം അങ്ങനെ ഇരുന്ന് കഴിയുമ്പത്തേനും അവരങ്ങ് വെക്കോളൂ. അപ്പൊ എനിക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ നീ കുറച്ചേരത്തേക്ക് പുറത്തോട്ട് ഇറങ്ങണ്ട. ഇന്നിപ്പോ പ്രത്യേകിച്ച് ഡാൻസ് ക്ലാസ് ഒന്നും ഇല്ലല്ലോ. എന്തൊക്കെയാണ് ഒരു സുഖം കൊണ്ട് ചേച്ചി കൊണ്ട് എടുത്തോണ്ട് പോ. വെള്ളം വരല്ലേ? എന്ത് സംഭവിച്ചാലും വരരുത് കേട്ടോ. ഇത് ഞാൻ പൊറുക്കത്തില്ല കേട്ടോ ചേച്ചി. എന്റെ മുഖമാണ് ചേച്ചി എടുത്തത്. ഞാൻ മുഖം മാത്രമല്ലേ എടുത്തുള്ളൂ, ഡാൻസ് എടുത്തില്ലല്ലോ. പോന്ന് ഇല്ല. പിന്നെ ശരിക്കും വൈകൂട്ടാ. സാരല്ല ചേച്ചി. അതല്ല മോളെ, ഈ ഇപ്പൊ നാട്ടിൽ എന്തൊക്കെയാ നടക്കണേ? ഇങ്ങനെ കല്യാണപ്രായമായ പിള്ളേരൊക്കെ ഇത്രയും വൈകി വീട്ടിൽ കയറുമ്പോ അത് ഇതെന്റെ ജോലിയുടെ ഭാഗമാണ്. വീട്ടുകാർക്ക് അറിയാം. കുഴപ്പമില്ല. എന്നാ പിന്നെ കുഴപ്പമില്ല.
അതെ, അവിടെ ഇരിക്കണത് ആരാന്നറിയാമോ? മൈക്രോ ഫിനാൻസിന്റെ ആളാ. പെണ്ണ് വന്നിരിക്കാൻ കുറെ നേരം വാ, വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോ. ഞാൻ വീട്ടിൽ പോയിട്ട് വരാം. വീട്ടിൽ പോണേ എന്തിനാ ഇത് പറഞ്ഞിട്ട് പോ. കിട്ടിയില്ലേ? ഞാൻ വിളിച്ചു പറഞ്ഞതല്ലേ നിങ്ങളോട്. ഞാനിനി എന്ത് പറയാ? അവര് വീട്ടിൽ കയറിയിരിക്കുക, പൈസ കിട്ടിയിട്ടേ പോവുള്ളൂ എന്നും പറഞ്ഞു. ഒന്നും കൂടെ പോയി നോക്കാടേന്ന് ചോദിച്ചു. കിട്ടണമെങ്കിൽ ഞാൻ കൊണ്ടുതരാം. എന്റെ ദൈവം, ഇതന്നെ എങ്ങനെ ഒഴിവാക്കി വിടും? പോയിട്ട് വരട്ടെ. പോയിട്ട് വരുമോ? എപ്പോ വരും? തരാം, ഇപ്പൊ പോയിട്ട് വരാം. വരുമോ? ഞാനിവിടെ ഒറ്റയ്ക്കാണ്. ലില്ലിയേ, ലില്ലി, ഇത്ര നേരം കൊണ്ട് കിടന്ന് വിളിക്കുന്ന. എടി ലില്ലിയേ, എടി ലില്ലി ഇങ്ങോട്ട് വാ. ലില്ലി എവിടെ? എടി ഞാൻ എത്ര നേരം കൊണ്ട് തിരക്കുന്ന. എനിക്ക് ഒരിത്തിരി ചൂടുവെള്ളം എടുത്ത് തരാൻ പറയാം. ഞാൻ എടുത്തു തരാലോ. അതിനെന്തിനാ അമ്മ ഇങ്ങനെ വിളിച്ചു പോണേ? ഞാനിവിടെ തന്നെ നിക്കല്ലേ. കൊച്ചേതാ? ഞാൻ പിരിവിന് വന്നതാ. പിരിവ്? എന്തായാലും പിരിവ്? അത് ഇവര് ലോൺ എടുത്തിരുന്നല്ലോ, അതിന്റെ. അത് എടി ലില്ലി ഒന്ന് ഇങ്ങോട്ട് വിളി. എനിക്ക് ഇത്തിരി ചൂടുവെള്ളം എടുത്ത് തരാൻ പറയാനേ. അതല്ലേ ഞാനിവിടെ നിക്കണത്. അമ്മ എന്തി പറയണേ? അവള് അവള് എല്ലാവരും അമ്മയ്ക്ക് ഒന്ന് തന്നെ. ഇങ്ങ് വന്നേ അമ്മ. അമ്മ ഇവിടെ വന്നേ. എന്തോ ഒരു കാര്യം. അവിടെ നിന്നോ, എടുത്തരാ. എന്തേ? ഒന്നുമില്ല. അമ്മയ്ക്ക് മറ്റേ കണ്ണില് തിമിരം വന്നിട്ട് 2 കണ്ണും മൂടിയിരിക്കാം. ഒന്നും കാണൂലെന്നേ. എപ്പോഴും വാതുപ്പടി തട്ടി വീഴ്ചയും അതും ഇതൊക്കെയാണ്. എന്നെ കാണുമ്പോ തങ്കം, എന്നെ കാണുമ്പോ ലില്ലി എന്ന് പറയും, ലില്ലിനെ കാണുമ്പോ തങ്കം എന്ന് വിളിക്കാം. അങ്ങനെ ആകെ ഇവിടെ എല്ലാവർക്കും തെറ്റിക്കിടക്കുക. പോകുന്നില്ലല്ലോ? ഇല്ല, തങ്കം വന്നിട്ടേ പോകുന്നുള്ളൂ. ആ, എനിക്ക് എന്തായാലും ഇന്ന് പൈസ മേടിച്ചിട്ട് പോയി അവിടെ കൊടുക്കണേ. മതി മതി മതി. സമയം പോണ്ടല്ലേ? സാരല്ല. അപ്പൊ നീ ലില്ലി, ഇവള് തങ്കം. ദൈവമേ, എന്റെ പൊന്നു കൊച്ചെ, നീ എന്തൊക്കെയാണ് ഈ കാണിച്ചു വെക്കുന്നത്? ഇതെങ്ങനെ മുമ്പോട്ട് അത് കൊണ്ടുപോകും? മനഃപൂർവ്വം അല്ലാതെ അറിയാതെ അങ്ങ് പറ്റിപ്പോയി. എങ്ങനെയാ? ഞാൻ ചോദിച്ചപ്പോ പെട്ടെന്ന് ലില്ലിന്ന വായില് വന്നത്. അത്ര നാളെ എവിടെ എന്തോ എവിടെ ഇതിനകത്ത് കയറിയിരിക്കണം. ഞാൻ ഇതിനകത്ത് ഇരിക്കുന്നില്ല. ഞാനിപ്പോ അങ്ങ് പുറത്തോട്ട് പോകും. അത്രേ ഉള്ളൂ. പിന്നെ എത്ര നേരം ഞാൻ എന്റെ അമ്മ പൈസ കിട്ടാതെ ഞാൻ എന്ത് ചെയ്യും? പൈസ കൊണ്ട് കൊടുത്താൽ അവരങ്ങ് പോകും. അല്ലെങ്കിലോ ഇതല്ലേ വഴിയുള്ളൂ. അല്ല, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാ അവരങ്ങ് ഇറങ്ങി അങ്ങ് പോവോ? ഇങ്ങനെ പറഞ്ഞാൽ ഇറങ്ങിപ്പോന്ന് പറഞ്ഞാലേ കുറേ നേരം തങ്കത്തിനെ കാണാതാവുമ്പോ അവരങ്ങ് പൊക്കോളും. വൈകുന്നേരം ഒക്കെ ആവുമ്പോ ഇപ്പൊ അമ്മ വെറുതെ ആണമ്മ. അവര് പൈസ കിട്ടാതെ പോവത്തില്ല. പൈസ കിട്ടാതെ പോവത്തില്ല. പോകും. നീ നോക്കി പോയി ചേച്ചി. ഒരു ഇത്ര നേരം 6-7 മണിയാകുമ്പോ വരെ ഇവിടെ നിന്ന് ഇരുന്നാ മതി. ഇവരുടെ ഈ മൈക്രോ ഫിനാൻസുകാരുടെ സ്വഭാവം ചേച്ചിക്ക് അറിയാലോ. എപ്പോ കൊടുക്കുന്നത് അത് പാതിരാത്രിയാണല്ലോ അവര് വാങ്ങിച്ചിട്ടില്ല. ഒരു പെങ്കൊച്ച വന്നേക്കണേ 7 മണി വരെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവൾ അവളുടെ വണ്ണു പോകും. അവക്ക് വീട്ടിൽ ചെല്ലണ്ടേ. പിന്നെ അപ്പൊ അടുത്താളിനെ അവിടെ വിളിച്ചു വരുത്തും. നോക്കിയോ? ഇപ്പൊ എനിക്കില്ല എന്തോ. ഞാനൊരു കാര്യം പറയാം ചേച്ചി. ബാക്കിയുള്ളവരെ കൂടെ വിളിച്ചിട്ട് അവരുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് ചോദിക്കേ. ആരുടെ കയ്യിലാണ് പൈസ ഉള്ളത്? ഞാനൊക്കെ പറഞ്ഞില്ലേ ഞാൻ 800 രൂപ തരാന്ന്. അമ്മയുടെ കയ്യിൽ വല്ലതും ഉണ്ടാമ്മേ? എന്റെ കയ്യിൽ ഇപ്പൊ എവിടെ നിന്നാണ് ഒരു എല്ലാം കൂടെ നുള്ളി പറക്കി എടുത്ത ഒരു 2000 രൂപ കാണും. ആ, അമ്മയുടെ കയ്യിൽ 2000, നിന്റെ കയ്യിൽ 800. അത് ഞാൻ നിനക്ക് തരത്തില്ല. എന്താ തരത്തില്ല? നിനക്ക് എന്തുമാത്രം ഞാൻ തന്നത് എന്തെങ്കിലും നീ തിരിച്ചു തന്നിട്ടുണ്ടോ? മോളല്ലേ ഞാൻ. മോള് തന്നെ. മോളെന്ന് പറഞ്ഞ് എത്രയെന്നും പറഞ്ഞ് തരത്തില്ല. ഇത് എനിക്ക് വേണ്ടിട്ടല്ല, ഇത് സുനിച്ചേച്ചിക്ക് വേണ്ടിട്ടല്ലേ. ആ കാര്യം എനിക്ക് വയ്യ. ഞാനൊരു കാര്യം പറയാം. അമ്മ ഈ പൈസ കൊടുക്ക്. എന്റെ പൊന്നമ്മ ചേച്ചി കൊടുക്ക്. ഈ 2000 രൂപ ഞാനല്ലേ പറയുന്നത്. കൊടുക്ക്. അത് ഞാൻ വാങ്ങിച്ചു തരാം. അമ്മ തരും. അല്ലെങ്കിൽ എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അമ്മേ. ഇപ്പൊ 2000 രൂപ അമ്മയുടെയും 800 കൊടുക്കുമല്ലോ. 800 രൂപ എന്റെ. അപ്പൊ 2800. ബാക്കി സുലു ചേച്ചിയോട് പറ 2000 രൂപ. കുറച്ച് പറ. സുലു ചേച്ചിയോട് പറ 2000 രൂപ. എന്റെ ശബ്ദം പോലും എനിക്ക് നഷ്ടം. എന്റെ ദൈവമേ, ദേ വരുന്ന റൊണാൾഡോ ചാച്ച ഇങ്ങോട്ട് വാ. ഒരു വികലമായ ശബ്ദം തുടങ്ങിയ എന്റെ ശബ്ദവും മുഖമൊക്കെ പോയിരിക്കാണ് അച്ചാച്ച. നല്ല മുഖം അതേപോലെ ഉണ്ടല്ലോ. എന്ത് രസം കാണാൻ. അതെ,
അവിടുന്ന് വന്നപ്പോ ഒരാളെ കണ്ടായിരുന്നു. ഒരു പെണ്ണ് വെച്ചോണ്ടിരിക്കുന്നത്. ആ അതിനോട് വർത്താനം പറഞ്ഞാലും കിടുങ്ങാനൊന്നും പോയില്ലല്ലോ. അതിനോട് ചോദിച്ചു തങ്കം ചേട്ടത്തി ഉണ്ടോന്ന് ചോദിച്ചു. എന്തോ ഞാൻ പറഞ്ഞ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ പോയപ്പോൾ ഉണ്ടായിരുന്നു പറഞ്ഞു. അത് കുഴപ്പമില്ല, പോയപ്പോ ഇവിടെ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്. ഇപ്പോഴും ഇവിടെ ഇരിക്കല്ലേ? നിനക്ക് ഈ മോയെ പഠിച്ചൊന്നും ഇരിക്കാൻ പാടില്ലേ? അച്ചാച്ചനെ പറയണ എന്തിനാ? അച്ചാച്ചനെ വല്ലതും അറിയാമോ? ഒരാളുണ്ടോന്ന് ചോദിക്കും, വീട്ടിൽ അറിയാവുന്ന ഞാൻ ഉണ്ടെന്ന് പറയണ്ടില്ല. ഇല്ല. പിന്നെ എനിക്ക് തങ്കം ചേട്ടത്തിയല്ലേ? അയ്യോ അത് തങ്കമല്ല, അതിലില്ല. തങ്കം ദേ നിക്കുന്നു. എന്തേ അമ്മ എന്തേ പറയുന്നേ? ഇത് ലില്ലിപ്പെണ്ണ്, തങ്കം ചേട്ടത്തി. ഇത് തങ്കം ചേട്ടത്തി, ഇത് ലില്ലിപ്പെണ്ണ്. മനസ്സിലാക്കി. മറ്റേ മൈക്രോ ഫിനാൻസിലെ പെണ്ണാണ് ഇരിക്കുന്നത്. ഈ പെണ്ണ അതായത് മൈക്രോ ഫിനാൻസുകാർ വന്നു, 7 പേര് കൂടിയാണ് ലോൺ എടുത്തത്. ആ ലോണിൽ ഒരാൾ അടച്ചില്ലെങ്കിലും സെന്റർ ആയിട്ടുള്ള എന്റെ പേരാണ് വെച്ചേക്കുന്നത്. അത് ഞാൻ അടക്കേണ്ടി വരും. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇവര് പൈസ മേടിച്ചിട്ടേ പോകുള്ളൂ. സുലു ചേച്ചി 4800 രൂപ അടക്കണം. ചേച്ചി പൈസ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ലില്ലിയായി, ഇവള് തങ്കമായി. സുലിച്ചേച്ചി പൈസ അടയ്ക്കാത്തിട്ട് നിങ്ങൾ എങ്ങനെ ലില്ലിയും തങ്കം ആവുക? സുലിച്ചേച്ചി അല്ലേ പൈസ അടയ്ക്കുന്നത്? ആരെടുത്ത കുത്തിന് പിടിക്കുന്നത്? എന്റെ അടുത്തല്ലേ പിടിക്കുള്ളൂ. അപ്പൊ ഞാൻ ലില്ലി ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ലല്ലോ. ആ പെണ്ണ് വന്ന് ചോദിച്ചു തങ്കം എവിടെയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറയും ആ തങ്കം പുറത്തു പോയി. സംഭവിച്ചെന്ന് വെച്ചാല് ഇപ്പൊ എന്താന്ന് വെച്ചാല് തങ്കം വന്നാലേ ഇവർക്ക് പൈസയുടെ കൊടുക്കേണ്ടി വരുള്ളൂ. ഈ മൈക്രോ ഫിനാൻസുകാർക്ക് തങ്കം വന്നാലേ തങ്കത്തിന് പൈസ ഉണ്ടല്ലോ. സുലിച്ചേച്ചല്ലേ പൈസ കൊടുക്കാവുള്ളേ. ഇത്രയും തങ്കം ഇല്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഇവിടെ ഇത് ലില്ലിയാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഇത് രണ്ടുപേരും നിങ്ങൾ ഇവിടെ വയ്ക്കുമ്പോൾ ഒരാൾ ഇല്ലെന്ന് പറയുന്ന കാര്യമുണ്ടോ? കാണിക്കാതിരുന്നാ പോരെ. അതെന്തിനാ? ലില്ലിപ്പെണ്ണല്ലോ സെന്റർ, തങ്കം ചേട്ടത്തി അല്ലേ സെന്റർ. ഇത് കുളമാകും. നീ ഈ വീട്ടിലുള്ളതല്ല. അയ്യോ ഞാൻ മത്തപ്പേടാ ഞാൻ. അതെ, പക്ഷെ ഇപ്പൊ നിനക്ക് പുറത്തു പോണോ? ആ പോണം, ഞാൻ ട്യൂഷൻ എടുക്കാൻ വന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വഴി എട്ട് വഴി എങ്ങാനും പോകും. പറ്റത്തില്ല, ചെരുപ്പോടെ നടക്കും. വൈകുന്നേരം പോയാൽ മതിയോ? അല്ല പോണോ, സാധനം അപ്പൊ ഒരു കാര്യം ചെയ്യ്, നീ വീട്ടിലുള്ളതല്ല, ഇവിടുത്തെ പൈപ്പ് നന്നാക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞാ മതി. അല്ല പൈപ്പ് നന്നാക്കാൻ ആള് വെളിയിൽ നിൽക്കത്തുള്ളൂ. ഞാൻ ലില്ലിപ്പെണ്ണെന്ന് വിളിച്ചല്ലേ കയറി. നമ്മളോട്ട് ഭയങ്കര സ്നേഹം പറഞ്ഞാൽ ചെല്ലിപ്പോ. ഞാൻ പറഞ്ഞോളൂ, എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഒന്നും അച്ഛൻ ഒന്നും പറയണ്ട, കയ്യിൽ നിന്ന് പോകും. ഇതിലാരാ തങ്കം ചേട്ടത്തി? ഇതാണോ തങ്കം ചേട്ടത്തി? ഇതാണോ ലില്ലിപ്പെണ്ണ്? ഇത് തങ്കം, ഇത് ലില്ലി. മനസ്സിലായ? അപ്പൊ ഇത് ലില്ലിപ്പെണ്ണ്, ഇത് തങ്കം ചേട്ടത്തി. കുഞ്ഞമ്മച്ചല്ലല്ലോ. പെണ്ണുങ്ങളെല്ലാടെ എന്തൊരു ഒപ്പിച്ചു വെച്ചു ഉണ്ടല്ലേ? അത് കുറച്ചൊന്ന് കുളമാക്കൂ. ഇല്ലില്ല, കളക്ഷൻ കിട്ടിയില്ല. അത് കിട്ടിയിട്ട് ഞാൻ വരും. ആ ശരി. അതെ, തങ്കം ഉണ്ടോ? അല്ല, കുറച്ചു മുമ്പേ ആരെ വിളിച്ചോണ്ടല്ലേ അങ്ങോട്ട് പോയത്? ചേച്ചി ഞാൻ ഇപ്പൊ വരാം. എവിടെ പോകുന്നു? ഞാനൊന്ന് ഈ പുറകു വശത്തൂടെ സുലിച്ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് വരാം. വേണ്ട, എന്തിനാ സുലിച്ചേച്ചിയുടെ അടുത്ത്? സുലിച്ചേച്ചിക്ക് ഇപ്പോഴും ഈ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. അയ്യോ, മനസ്സിലായിട്ടുണ്ട് ചേച്ചി. നമ്മുടെ വീടിന്റെ വാതിക്കലാണ് ആളിരിക്കുന്നത്, അവരുടെ വീടിന്റെ മുറ്റത്തല്ല ഇരിക്കുന്നത്. കേട്ടല്ലോ? ഞാൻ പോയിട്ട് അവരുടെ അടുത്ത് എന്താന്ന് ചോദിക്കട്ടെ. ഒരു കുറെ നേരം വയലിൽ ഒപ്പിക്കാന്ന് പറയുന്നത്. ചേച്ചി ഈ കാര്യത്തിൽ ഇടപെടണ്ട. കാണാതെ ഞാൻ പൊക്കോളാം. ഞാൻ പുറകു വശത്തൂടെ ഞാൻ പൊക്കോളാം. ചേച്ചി ഒന്നും മിണ്ടാതിരിക്കാവോ? എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട്. അയ്യോ, ലില്ലി അങ്ങോട്ട് വന്നിട്ടുണ്ട്. ലില്ലി വന്ന്, പക്ഷെ എൻ്റെ ഇല്ല തങ്കം പൈസ. ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു. ഇപ്പൊ നമ്മളെ അവസ്ഥ അറിയാലോ എല്ലാവർക്കും. തമ്പിച്ചേട്ടൻ്റെ നാടകമൊന്നും ഇല്ലെന്ന്, അതുകൊണ്ട് ആരും പൈസ തന്നില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ലല്ലുവിനെ അവസാനം വിളിച്ച് ചോദിച്ചിട്ട് ലല്ലുവിൻ്റെ ഇല്ല പൈസ. ഞാൻ എന്ത് ചെയ്യുന്നത്? ഞങ്ങളെ സഹായിച്ച് നിങ്ങൾക്ക് ഇപ്പൊ അബദ്ധമായല്ലേ? കരയുണ്ട ചേച്ചി, സാരമില്ല. ലില്ലി എന്ത് ചെയ്തിട്ട്? ലില്ലി എന്റെ സങ്കടവും കൊണ്ടുകൊണ്ട് അങ്ങോട്ട് പോയി. അവളത്
ഇവിടെ പോയി ചേച്ചി കരയണ്ട. സാരമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. കരയണ്ട, എങ്ങനെ കൊടുക്കുന്ന നോക്കാം. കൊറേ സമയായില്ലേ വന്നിട്ട്? അതെ കുറെ നേരമായി. ലില്ലി വിളിച്ചു പറഞ്ഞേ, പക്ഷെ ഞാനൊരു അത്യാവശ്യത്തിൽ പെട്ടുപോയി, അതുകൊണ്ടാ താമസിച്ചത്. അല്ലെങ്കിൽ പിന്നെ നാളെ വന്നാലും മതിയായിരുന്നു. കാശ് കാശ് കിട്ടി അതുകൊണ്ടാ വരാൻ പറ്റിയത്, അല്ലെങ്കിൽ എപ്പോഴും വരാൻ പറ്റത്തില്ലായിരുന്നു. തങ്കം ചേട്ടത്തി വന്നു. പിന്നെ എന്തായി? പിന്നെ തങ്കത്തിന്റെ പിന്നെ കയ്യിലായിരുന്നല്ലോ പൈസ ഇരുന്നത് മൊത്തം. അതായത് ചേട്ടത്തി എന്റെ കയ്യിലായിരുന്നല്ലോ ഇരുന്നത്. അതിപ്പോ അത് ഞാൻ ചേട്ടത്തിയുടെ പൈസ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാ. അപ്പൊ പിന്നെ അമ്മയടുത്തുനിന്ന് ഒരു 2000 രൂപ വാങ്ങിക്കണം. പിന്നെ ക്ലീറ്റോ ചേട്ടന്റെ ഒരു ഡ്രോ ഇല്ലേ, ലില്ലിയും ക്ലീറ്റോ ചേട്ടനും കൂടെ യൂസ് ചെയ്യുന്ന ഒരു ഡ്രോ ഇല്ലേ രാവിലെ പറഞ്ഞത്, അതിന്റെ അകത്തുനിന്ന് ഒരു 800 രൂപ ഇരിപ്പുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടെ എടുത്തോണ്ടോ. ഞാൻ ക്ലീറ്റോ ചേട്ടനെ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു അവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പൊ കൊണ്ടുവരെ തരാം. സുലിച്ചേച്ചി ഉണ്ടായിരുന്നു അവിടെ? ഇയാള് പുതിയതാണല്ലേ ഇവിടെ? ഞാൻ പുതിയതാ. വേറൊരു ചെറുക്കനാ വന്നോണ്ടിരുന്നത്. അതാണെങ്കിൽ ഞങ്ങള് പറഞ്ഞു കഴിഞ്ഞാൽ നാളെയൊക്കെ വന്നേനെ. ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളേ. അപ്പൊ പിന്നെ ഇന്ന് തന്നെ കളക്ഷൻ കൊടുത്തില്ലെങ്കിൽ അതെന്റെ ജോലിനെ ബാധിക്കും. ഓ എന്തായാലും ഇപ്പൊ കാശും കൊണ്ട് പോവാലോ. കിട്ടിയാലില്ലേ? കിട്ടി തങ്കം ചേട്ടത്തി. ഇത് മറ്റേതുണ്ടായില്ല, ഇത് നമ്മുടെ ഇന്നൊക്കെ ഉള്ളതല്ലേ. ബാക്കി അത് എണ്ണി വെച്ചിരിക്കുക. മൊത്തം ഉണ്ടല്ലോ അല്ലേ? ഞാൻ എണ്ണണോ? എണ്ണണമെങ്കിൽ എണ്ണിക്കോ, സമയം പോയി, പോണെങ്കിൽ പോവാം. അപ്പൊ ശരി. എന്താ പാട് സംഭവിച്ചേ? എവിടെ കിട്ടി? ഞാൻ ആദ്യം ഒന്ന് ശ്വാസം വിട്ടോട്ടെ. കിട്ടോ? ഞാൻ എത്ര വീട്ടിൽ പോയെന്നറിയോ? എന്തിന്? ഡാൻസ് ക്ലാസ്സിലുള്ള ആ സിന്ധു ചേച്ചിയുടെ ഉഷ ചേച്ചിയുടെ മക്കളൊന്നും ഫീസ് വന്നിട്ടില്ലായിരുന്നു. അവരൊക്കെ വീട്ടിൽ പോയി ഫീസ് തരാൻ പറഞ്ഞു. ഭാഗ്യത്തിന് അവരയിലുണ്ടായിരുന്നു, അങ്ങനെ കിട്ടിയതാ. ഞാൻ പെട്ടെന്ന് തരാൻ പൈസ. സാരമില്ല, സുലിച്ചേച്ചി കൊള്ളപ്പോ തന്നാ മതി. ഇതിപ്പോ വേറെ ആർക്കും കൊടുക്കണ്ടല്ലോ, എനിക്ക് തന്നാ മതിയല്ലോ. കിട്ടുമ്പോ തന്നാ മതി. പിന്നെ വേറൊരു കാര്യം, ദേ നിന്റെ ശബ്ദവും നിന്റെ മുഖവും ഞാൻ തിരിച്ചു തരാണ്. ഇത്രയും ടെൻഷൻ പിടിച്ച ജീവിതമായിരുന്നു നിന്റെ എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. സന്തോഷം. അയ്യോ